ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വഴുതനങ്ങൻ്റെ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, അരിപ്പൊടിയാണേ. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക. ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം മതി, നല്ല പേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ, അധികം ലൂസ് ഒന്നും ആവരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വഴുതനങ്ങ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് വേവിക്കുക. ഈ ഒരു ഫ്രൈ കഴിക്കുമ്പോൾ നമ്മൾ ചൂടോർക്ക് തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.